ടു ലെജൻസ്. നമ്മുടെ ചെയ്താറിൻ്റെ അടുത്ത വീഡിയോ ആണ്. ഒരുപാട് പേര് റീസ്റ്റോക്ക് ചോദിച്ചൊരു വീഡിയോ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രോഡക്റ്റ് എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ. ഒരുപാട് പീസസ് വന്നിട്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തെടുത്തോളുക. സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് ഒരാൾക്ക് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാ സൺഡേസിലും ഉണ്ട് ഇനി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ ഇത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരുപാട് പേര് ചോദിച്ചായിട്ടോ കേട്ടോ. കാരണം നമ്മളെ കാണിച്ച് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോയൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൽ തന്നെ ഇപ്രാവശ്യം 5 ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. എല്ലാം നല്ല കളേഴ്സ് ആട്ടോ. പിന്നെ മാത്രമല്ല ഡബിൾ ടോണിലാണ് ഇതെല്ലാം വന്നേക്കുന്നത്. പോച്ചമ്പള്ളി ഡിസൈൻ്റെ നല്ല ട്രഡീഷണൽ ആ ഒരു ലുക്ക് തന്നെ കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ വീവിങ് പാറ്റേൺ പോയേക്കുന്നത്. അപ്പോൾ ഇതിന് ബോർഡറും കൊടുത്തിട്ടുണ്ട്. അത് ഞാനത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചെന്നുള്ളതേ ഉള്ളൂ. എല്ലാത്തിലും അങ്ങനെ അതിൻ്റെ നോർമൽ മടക്കിൽ അത് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഈ ഒരു ബോർഡർ എടുത്തിട്ട് നിങ്ങൾക്ക് കൈക്കാക്കി കൊടുക്കുമോ അല്ലെങ്കിൽ താഴത്തെ ബോർഡറാക്കി ചെയ്യുകയോ ചെയ്യാം. ഇനി അത് ബോർഡർ ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണ്ടെന്ന് വെക്കാം കേട്ടോ. അല്ലാതെ തന്നെ കാണാൻ ഭംഗിയാണ്. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഒരു ഡാർക്ക് റാണി പിങ്ക്, ഒരു മജന്ത മിക്സ്ഡ് ആയിട്ടുള്ളൊരു റാണി പിങ്ക് ആണ്. പക്ഷേ ഡബിൾ ടോൺ വരുന്നുണ്ട്. വൺ സൈഡിൽ നമുക്കൊരു ഓറഞ്ച് ഷെയ്ഡൂടെ കാണാൻ പറ്റും. 2 കളറോടെ അത്ര നല്ല എലഗൻ്റ് ആയിട്ട് നമുക്ക് കളർ കോമ്പിനേഷൻ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ആ ഒരു പിങ്ക് ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനിലാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ അകത്തൊരു ഓറഞ്ചിൻ്റെ ഡബിൾ ടോൺ പോകുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് ഒരു സിൽക്ക് സാരി, ഒരു കാഞ്ചീപുരം സാരിയൊക്കെ കൊടുക്കുന്നതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു സെറ്റ്. 2 ബോർഡറിലും ഇതുപോലെ വീവിങ് പാറ്റേൺ പോയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ. നന്നായിട്ട് ഒതുങ്ങി കിടക്കും. ഭയങ്കര എലഗൻറ്റ് ലുക്കാണ്. അപ്പോൾ അതുകൊണ്ട് പാർട്ടി വെയർ കൺസെപ്റ്റിൽ നോക്കുന്നവർക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ഭയങ്കര നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് AC 722, റേറ്റ് 1550 രൂപ മാത്രമേ ഉള്ളൂ. 1550. നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡ്, ഈ ഷെയ്ഡ് വന്നിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? എനിക്കൊന്ന് ഫസ്റ്റ് ടൈം അത് വരുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ബ്രൗൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ കേട്ടോ. വളരെ റെയർ ആയിട്ടുള്ള നല്ല കളർ കോമ്പിനേഷൻ. നല്ല ഡാർക്കർ ബ്രൗൺ ഷെയ്ഡാണ്. അതിൻ്റെ കൂടെ ഗ്രീൻ കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് ബോർഡർ ഞാൻ തിരിച്ചിപ്പോൾ ഇങ്ങനെ തന്നെ കാണിക്കാവേ. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. തിരിച്ച് പിടിക്കുമ്പോൾ നല്ല ലെങ്ത് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു 44 വിട്ടിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത്ര അല്ല കേട്ടോ ലെങ്ത്. നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 48, 49 എബോ തയ്ക്കാൻ കിട്ടും. 3X വരെ മേളിലുള്ളവർക്ക് വരെ തയ്ക്കാൻ എന്തായാലും ഈ മെറ്റീരിയൽ തികയും. മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് ഫാബ്രിക്കാണ്. പോച്ചമ്പള്ളി ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സെയിം തന്നെ നമുക്ക് ആ ഇത്രയും നല്ല സോഫ്റ്റ് ഫീൽഡ് തന്നെ ഇത് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ഡബിൾ ടോൺ വരുന്നതുകൊണ്ട് ചെറിയൊരു കളർ ഡിഫറൻസ് ചിലപ്പോൾ കാണുമായിരിക്കും. ഇതിൽ അത്ര ഡബിൾ ടോൺ നമുക്ക് അത്ര ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. മെയിനായിട്ട് എനിക്കൊന്ന് ബ്ലൂ മജന്ത പോലത്തെ ഷെയ്ഡ്സിൽ നന്നായിട്ട് ആ ഒരു ഡബിൾ ടോണിൻ്റെ എഫക്റ്റ് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഗ്രീനാണ്. ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും സാരി ഉടുക്കേണ്ട ആവശ്യമില്ല, അത്ര ഗ്രാൻഡ് ലുക്കാണ് കേട്ടോ. ബോർഡറൊക്കെ നമ്മുടെ നോർമൽ സാരിക്കൊക്കെ വരുന്ന മുന്താനേക്കാളും ഭയങ്കര രസമുള്ള ബോർഡറാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ സൈഡ് ബോർഡേഴ്സ് ഇതുപോലെ വീവിങ് പാറ്റേൺ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര ഗ്ലേസിങ് ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ലൈറ്റ് ഗോൾഡൻ വെച്ചിട്ടുള്ള വീവിങ് ആണ് പോയേക്കുന്നത്. ബോട്ടത്തിനാണെങ്കിൽ പോലും പ്രിൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും നല്ല വെറൈറ്റി ആയിട്ട് തന്നെ നിൽക്കും. ഗ്രീൻ്റെ സെയിം നമുക്ക് ദുപ്പട്ട കൊടുത്തേക്കുന്ന സെയിം പ്രിൻറ്റ് വെച്ച് തന്നെയാണ് ബോട്ടം വന്നേക്കുന്നത്. എല്ലാം സെയിം ഫാബ്രിക്കാണ്. ഇതിലും ചെറിയ ഡബിൾ ടോൺ കേട്ടോ. നമ്മുടെ ഒരു റോ സിൽക്ക് ഫീലാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കാണുമ്പം. പ്യുവർ റോ സിൽക്ക് കാണത്തില്ല, അതേപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് AC 721, റേറ്റ് 1550 ആണ്. 1550. അടുത്ത ഷെയ്ഡ് ഒരു ബ്ലൂ മജന്ത കോമ്പിനേഷൻ തന്നെയാണ്. ഫസ്റ്റ് ഞാൻ കാണിച്ചില്ലേ, പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ അത് തന്നെയല്ലേ എന്നോർത്തു. പക്ഷേ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ബ്ലൂവിൻ്റെ ഒരു ടോണാണ് വരുന്നത്. മറ്റേതിനകത്ത് ചെറിയ ഓറഞ്ച് ടോൺ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ്സ് ആട്ടോ. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ആ ഒരു ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു പർപ്പിൾ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ബ്ലൂ ആണ്. ഇതിൽ താഴത്തെ ടാസിലിൻ്റെ കളർ നോക്കിയാൽ മതി. അപ്പോൾ അത് വെച്ചിട്ടാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത്. എന്തായാലും നല്ല ഭംഗിയുള്ള സെറ്റുകളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ കളർ ഡിഫറൻസ് ആയിരിക്കും കേട്ടോ കാണിക്കുന്നത്. അത് ഞാൻ എടുത്ത് പറയുന്നത് ഡബിൾ ടോൺ വരുന്ന മെറ്റീരിയൽസിനൊക്കെ അങ്ങനെ ഇതുണ്ട്. ക്യാമറയിൽ കൂടെ കറക്റ്റായിട്ടൊരു കളർ കിട്ടത്തില്ല, ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. പക്ഷേ എന്തായാലും കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ ആ ഒരു കളറിന് ചിലരുടെ ഫോണിലേ ഉള്ളൂ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തോണം. ചിലപ്പം ചെറിയ വേരിയേഷൻസ് നിങ്ങൾക്ക് നേരിട്ട് കാണുന്നതും ഇതും തമ്മിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. എന്തായാലും അടിപൊളിയാണ് നേരിട്ട് കാണാനായിട്ടും. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട വരുന്ന ഇതാട്ടോ, ഒരു റാണി പിങ്കിൻ്റെ പോലെ തന്നെ ഷെയ്ഡ്, ഒരു മജന്ത മിക്സഡ് റാണി പിങ്ക് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തും ബോട്ടം വന്നേക്കുന്നത് പ്രിൻറ്റഡ് ആയിട്ട്. ബോർഡറൊക്കെ കണ്ടില്ലേ, പോച്ചമ്പള്ളിയുടെ നല്ല ഭംഗിയുള്ളൊരു വീവിങ് ആണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയെല്ലാം സെയിം ആട്ടോ. നല്ല ലെങ്ത്തും ഉണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ AC 720, റേറ്റ് 1550. അടുത്ത ഷെയ്ഡ് ഒരു രക്ഷയില്ലാത്ത കളർ കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ബ്ലൂവിൻ്റെ ഷെയ്ഡ്. അപ്പോൾ അതിൽ തന്നെ ഒരു പർപ്പിൾ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഇങ്ങനെ ഡബിൾ ടോണിൽ പോയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാ ഷെയ്ഡ്സിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. ഏതെടുത്താലും നല്ല കേട്ടോ. ഓരോന്നെടുക്കുമ്പോഴും നമുക്ക് തോന്നും ഇതാണോ ഭംഗി, പക്ഷേ എല്ലാം തമ്മിൽ ചെറിയ വേരിയേഷൻസേ ഉള്ളൂ. എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസാണ്. സെയിം, അതായത് പ്രിൻറ്റ് സെയിം തന്നെയാണ്. അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന കളർ കോമ്പിനേഷൻസ് ആണ് ചെറിയ വേരിയേഷൻ വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ബ്രൗൺ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ആ ഒരു പിങ്ക്, ബ്ലൂ,
ആ ഒരു പർപ്പിൾ പോലത്തെ കോമ്പിനേഷൻസ് മിക്സഡ് ആയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏതെടുത്താലും അത്രയും രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. ഇതിൽ കൂടുതലും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നമുക്കൊരു ബ്ലൂ തന്നെയാണ്. അതിൻ്റെ അകത്തോട്ടാണ് ആ ഒരു പർപ്പിൾ പോലത്തെ ഷെയ്ഡ് കയറി വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ പിടിച്ചേക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയല്ല, ലെങ്ത്ത് നല്ലതായിട്ട് തന്നെ കിട്ടും. ഒരു 48 പോലെ എന്തായാലും ലെങ്ത്ത് ഇട്ട് തയ്ക്കാൻ കിട്ടും. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്. പിന്നെ പറ്റുന്നവർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് ഫാബ്രിക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് പറ്റുന്നവർ ഫസ്റ്റ് ഒന്ന് ഡ്രൈ വാഷ് ചെയ്യുക. ഇൻ കേസ് അതല്ലെങ്കിൽ നേരെ നിങ്ങൾ നോർമൽ ഷാമ്പു വാഷ് ജസ്റ്റ് ഒന്ന് മുക്കി എടുത്താൽ മതി. ഒരുപാട് അങ്ങനെ മുക്കി വെച്ചൊന്നും ചെയ്യരുത് കേട്ടോ, കാരണം സിൽക്കിൻ്റെ ത്രെഡ് ആയതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് പോകുന്ന മെറ്റീരിയലൊന്നും അല്ല. അത്യാവശ്യം നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഫാബ്രിക് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്പർ AC 719, റേറ്റ് 1550. നമുക്ക് ഇതിൻ്റെ അടുത്ത ഷെയ്ഡ്, അതായത് 5ാമത്തെ ഷെയ്ഡല്ലേ, എനിക്കിത് കണ്ടിട്ട് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. കാരണം ഇത് ഏത് കളർ, ഞാൻ ഇപ്പോൾ കാണിച്ച കളർ തന്നെയല്ലേ നമുക്ക് ഓരോന്നെടുക്കുമ്പോൾ തോന്നും. ചെറിയ വേരിയേഷൻ, അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കാണിച്ചതും തൊട്ട് മുന്നേ കാണിച്ചതും ഇതും തമ്മിൽ ഒരു ഉൾട്ട കോമ്പിനേഷൻ എന്ന് വേണേൽ പറയാം കേട്ടോ. അതിൽ ദുപ്പട്ടയിൽ ഒരു പർപ്പിൾ ഷെയ്ഡ് മിക്സ് ആയിട്ട് വന്നാൽ ഇതിൽ ടോപ്പിലാണെന്ന് വന്നേക്കുന്നത്. കോമ്പിനേഷൻ സെയിം തന്നെയാണ്, തിരിച്ച് മറിച്ചായിട്ടുള്ള കോമ്പിനേഷൻ ചെയ്തേക്കുന്നേ ഉള്ളൂ. പക്ഷേ എല്ലാം അടിപൊളി, എല്ലാം നല്ല ഷെയ്ഡ്സാണ്. അപ്പോൾ ഇതിൻ്റെ ബോർഡറൊക്കെ കണ്ടില്ലേ, അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയ്ക്കാണെങ്കിലും നല്ല ലെങ്ത് ഉണ്ട്, ടാസിൽസ് വരുന്നതുകൊണ്ട് ഭയങ്കര നല്ല ലെങ്തി ആയിട്ട് തന്നെ കിടക്കും. അപ്പോൾ ഇതാണ് ബോട്ടം, ബ്ലൂ കളറാണ് ബോട്ടം വന്നേക്കുന്നത്. തിരിച്ചു മറിച്ചുള്ള കോമ്പിനേഷൻ ആണെന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഏതെടുത്താലും നല്ല രസമാണ്. എല്ലാത്തിലും ചെറിയ ഡബിൾ ടോൺ വരുന്നുണ്ട്. അപ്പോൾ അതതിൻ്റെ ഭംഗി ഒന്നുകൂടെ കൂട്ടത്തേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ അകത്ത് കാണുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടുതലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോർഡർ ഞാൻ തിരിച്ചാക്കി പിടിച്ചേക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, ലെങ്ത് നിങ്ങൾ നോക്കിയാൽ മതി, നല്ല ലെങ്ത്തിൽ തയ്ക്കാൻ കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോർഡർ വന്നേക്കുന്നത്. ബോർഡർ ഞാൻ പറഞ്ഞില്ലേ, വെക്കുന്ന ഭംഗിയാണ് കേട്ടോ, കൈക്ക് വെക്കുന്നത് കാണാൻ നല്ല രസമാണ്. കാരണം ഈ ഒരു പോച്ചമ്പുള്ളിയുടെ ആ ഒരു ഡിസൈൻ നല്ലതായിട്ട് എടുത്ത് നിൽക്കുകയും ചെയ്യും. കൈക്ക് വെച്ചാൽ മതി. താഴത്തെ ബോർഡർ വെക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് വെക്കേണ്ട, കൈക്ക് വെച്ചാൽ മതി. എങ്ങനെ വേണം വെക്കാട്ടോ, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ നമ്പർ AC 723, റേറ്റ് 1550 മാത്രമേ ഉള്ളൂ, 1550.